ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ്. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്ക് ഒഴിവാക്കിയതിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പക്ഷപാതപരമായ നടപടി പിൻവലിക്കണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരം RT ഓഫീസിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം ടെസ്റ്റ് നടത്തുന്നത് മുട്ടത്തറയിലെ ട്രാക്കിലാണ്. എന്നാൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്ക് സംവിധാനം ഒഴിവാക്കിക്കൊണ്ടാണ് KSRTCക്ക് മാത്രമായി ആനയറയിൽ പ്രത്യേകം ടെസ്റ്റ് നടത്തുന്നത്. ഇത് ഇരട്ടത്തപ്പം നമ്മൾ പറയും. ആക്ച്വലി ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ട്രിവാൻഡ്രത്തിൽ നടക്കുന്നത് രണ്ട് രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. ഓട്ടോമേറ്റഡ് സംഭവങ്ങളും പിന്നെ അല്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് നടത്തുന്നത് അവരുടേതായിട്ടൊരു പ്രൈവറ്റ് ഏരിയയിൽ കൊണ്ട് നടത്തുന്നത്, അതായത് ഫുള്ള് ബന്ധസായിട്ടുള്ളത്. അത് വേറെ ആർക്കും കയറി ചെല്ലാനോ നോക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അവിടെ പഠിക്കുന്നവർക്ക് 90% വിജയ ശതമാനം വേണമെന്നാണ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ അവരുടെ പ്രഖ്യാപിത നയം. അതേസമയം പുറത്ത് നമ്മളെ പോലെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന RTOയിൽ 25, 30 അല്ലെങ്കിൽ 40, 30 എന്നാണ് അവർ പറയുന്നത്. 30 പേരെ പാസ്സാക്കുമെന്നാണ് അവരുടെ റൂള്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അവിടെ 90 പേരും പാസ്സാവുന്നതെന്നും എന്തുകൊണ്ടാണ് മറ്റുള്ള RTO നടത്തുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൽ 30 പേര് പാസ്സാവുന്നതിന്റെ കാര്യം അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ എന്താണ് കാര്യം എന്നുള്ളത്. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അശ്വിൻ ഡിയാഗോ. ഇതിലെ വിവേചനം അത് ചിലരെ സഹായിക്കാനാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം RT ഓഫീസിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്കെല്ലാം മുട്ടത്തറയിലെ ഈ അത്യാധുനിക സംവിധാനത്തിലാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. മാത്രമല്ല ഇവിടെ നിന്നും ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർക്ക് വലിയ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാനും കഴിയും എന്നൊരു വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സംവിധാനത്തിലൂടെ മറ്റ് ബാഹ്യശക്തികൾക്ക് ഇടപെടാൻ കഴിയില്ല. കാരണം ഇതൊരു കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലൂടെ മാത്രം നടക്കുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അതുകൊണ്ട് ബാഹ്യശക്തികൾക്ക് ഇടപെടാൻ കഴിയില്ല, പക്ഷപാതമായി പെരുമാറാൻ കഴിയില്ല, കൃത്രിമം കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷേ ഈ ടെസ്റ്റിംഗ് രീതി മാറ്റിയാണ് ഇപ്പോൾ KSRTCക്ക് ഇത്തരത്തിൽ അവരുടെ ഡ്രൈവിംഗ് സ്കൂളിന് സമീപത്തായി തന്നെയുള്ള ടെസ്റ്റിംഗ് ട്രാക്കിലേക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താനും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അനുവാദം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് സംവിധാനം ഈ അത്യാധുനിക ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരാണ് നേരിട്ട് ഈ ഒരു ഫലപരിശോധന നടത്തുന്നതും. അതുകൊണ്ട് എളുപ്പത്തിൽ ഈ കുട്ടികളെ വിജയിക്കാൻ അല്ലെങ്കിൽ അവരെ വിജയിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ് ഇതിലെ ആക്ഷേപം. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇത്തരത്തിൽ KSRTC ഡ്രൈവിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതായി മന്ത്രി തന്നെ ഒരു ആരോപണവും ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലിപ്പോൾ ഈ ഒരു സംവിധാനം KSRTCക്ക് മാത്രമായി ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിനെതിരെയാണ് ഈ രണ്ട് തരത്തിലുള്ള നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഒരു വെല്ലുവിളി കൂടി ഇവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. രണ്ട് സ്കൂളുകളിൽ നിന്നും, അതായത് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും തങ്ങളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിൽ ഒരു മത്സരം നടത്തണം. അപ്പോൾ വ്യക്തമായി തന്നെ അറിയാൻ കഴിയും ആര് പഠിപ്പിച്ച കുട്ടികളാണ് ഏറ്റവും നന്നായി വാഹനം ഓടിക്കുക എന്നത് വ്യക്തമാകും. നന്നായി വാഹനം ഓടിക്കുക എന്നതാണല്ലോ പ്രധാനം. അപ്പോൾ അതിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നത് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അശ്വിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു അശ്വിൻ ഡിയാഗോ.